യൂട്യൂബ്, ഫേസ്ബുക്ക്, വ്ളോഗ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗമായി കഴിഞ്ഞിരിക്കും. കഴിഞ്ഞ ദിവസം പത്രത്തിലുണ്ടായിരുന്നു, മുകേഷ് നായർ എന്ന് പറയുന്ന ഒരു ബ്ലോഗറുണ്ട്. അയാൾക്കെതിരെ പീഡന പരാതി. എനിക്കത് വായിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് എന്താ തോന്നുന്നു, ആരെയും നമ്മൾ കുറ്റം പറയുമെന്നുള്ളതാണ്. ഒന്ന് 10 പേര് അറിയപ്പെടാൻ, ഒന്ന് വൈറൽ, അതാണല്ലോ പറയുന്നത്, ഒന്ന് വൈറലാകാൻ, അതിന് വേണ്ടിയിട്ട് എന്ത് കോപ്രായം കാണിക്കാനും ആണെന്നോ പെണ്ണെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ, പ്രായവും ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും തയ്യാറാണ്. എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്നത്? എനിക്കറിയില്ല എന്താണ് ഇതിൽ കിട്ടുന്നത്. കാരണം ഞാൻ ഈ ഒരു ചിന്തയോട് ഇരിക്കാത്തതുകൊണ്ടായിരിക്കും. കുറേ പേര് അറിയും. എങ്ങനെ അറിയും? നിങ്ങൾ നേരിട്ട് വന്ന് നിങ്ങൾ ചെയ്ത ഏതെങ്കിലും നന്മകൾ പറഞ്ഞ് ഒരിക്കലും നിങ്ങളെ പ്രശംസിക്കുകയോ ഒന്നുമല്ല. നിങ്ങൾ ചെയ്യുന്ന എന്തോ ഒരു കാര്യം അവർക്കൊരു രസം തോന്നി, അവിടെ രസം മാത്രമാണ് തോന്നുക. അല്ലാതെ നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം എന്താ പറയുക, നിങ്ങളുടെ ജീവിതത്തിന് പോസിറ്റീവായിട്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുക, അല്ലെങ്കിൽ ഒരാളെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക, അങ്ങനെയുള്ള രീതിയിലുള്ള ചിന്തകളൊന്നുമല്ല ഈ പറയുന്ന ഫേമസായി പോകുന്നത്. അവർ കാണിക്കുന്ന വല്ല ഡാൻസോ പാട്ടോ എന്തൊക്കെയോ കാര്യങ്ങൾ, അതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ രസം തോന്നും, അതങ്ങ് കയറി വൈറലാകും. അതാണ് സംഭവിക്കുന്നത്. അല്ലേ? ഇതിന് വേണ്ടിയിട്ട് കുറേ ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഇയാൾക്കെതിരെയുള്ള, എനിക്ക് ആളിനെ ഒന്നും അറിയില്ല, പത്രത്തിൽ കണ്ട ഇങ്ങനെ. അപ്പം ഞാൻ ഓർത്താ ഇങ്ങനെ ഇതുപോലത്തെ ഒരുപാട് ന്യൂസ് ഇതിനു മുമ്പ് പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. ഒത്തിരി എല്ലാം എവിടെയും ഒരു പെണ്ണും ആണും ആണല്ലോ ഇങ്ങനത്തെ ഒരു കേസിലേക്ക് വരിക എന്ന് പറയുന്നത്. ഈ പെൺകുട്ടി എന്താ പറയുക, പിന്നെ ഇയാൾ എന്താണ്, ഇയാളുടെ റീൽസോ എന്താണ് സംഭവം, ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തി, പക്ഷേ മോശമായി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു കേസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർക്കുന്ന, ഈ പെൺകുട്ടി എന്തുദ്ദേശത്തിലാണ് ഇയാൾ വിളിച്ച സ്ഥലത്ത് വന്നു? അപ്പം അവരുടെ കൂടെ അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ലേ? ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ഏത് സമയം എവിടെ വേണേലും സ്വതന്ത്രരായി സഞ്ചരിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ ഉള്ള ഒരേ കാര്യങ്ങൾക്ക് വരുമ്പോൾ, ഒരു ഹോട്ടലിലേക്കൊക്കെ വരുമ്പോൾ ആരുടെയും സഹായമില്ലാതെ വരിക എന്നൊക്കെ പറയുമ്പോൾ സ്വന്തം എന്താ പറയുക, ശവപ്പെട്ടിയിൽ ആണിയടിക്കുക എന്നൊക്കെ പറയുന്ന പോലുള്ള ചിന്താഗതിയല്ലേ അവിടെ നടക്കുക. അതത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നില്ല. കാരണം നമ്മൾ വിചാരിക്കും, എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഞാൻ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ കാണുന്നവരെല്ലാം നല്ല ആളുകളാണ്. അപ്പം ഞാൻ ചാനലിലൂടെ എന്തെല്ലാം കമൻറ്റുകളും ഞാൻ ഓർക്കുന്ന, ഞാൻ നല്ലൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ഈ കേൾക്കുന്നവർ എന്തുദ്ദേശത്തിലാണ് എനിക്ക് ഇങ്ങനെയുള്ള കമൻറ്റ് അയക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കും. നമ്മളിപ്പം ഒരു ഹായ് തന്നാൽ ഞാൻ തിരിച്ച് ഹായ് കൊടുക്കും. പക്ഷേ അവരുടെ ഉള്ളിൽ ഇതൊന്നും ആയിരിക്കില്ല, ഇല്ല. അപ്പം ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റിൽ എനിക്ക് മാറ്റം വരുത്തേണ്ടി വരും. എന്താണ് അനാവശ്യമായൊരു ഇതിലെന്താണ്, നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കണ്ട. അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ഒരു പ്രക്രിയ. അത് അവരുടെ സന്തോഷമാണ്. ഇവിടെ നമുക്കെന്താണ് വേണ്ടത്? സന്തോഷത്തെ കൂടുതൽ എടുക്കേണ്ട കാര്യമില്ല. എനിക്ക് സമാധാനമാണ് വേണ്ടത്. ആ സമാധാനത്തിനുള്ള മാർഗ്ഗം എന്താണ്? അത് നമ്മൾ ചെയ്യാം. ആവശ്യമില്ലാതെ എപ്പോഴും നമ്മൾ ഒരാളുടെ പുറകെ നടന്നിട്ട് ഒന്നും നേടേണ്ട കാര്യമില്ല. നമ്മളെന്താ, എല്ലാവർക്കും ഒരു മര്യാദ, മാന്യത കൊടുക്കുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, നമ്മൾ ആ ഒരു സ്നേഹം എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. ചിലർ ഏത് കണ്ണിലൂടെയാണ് മറ്റുള്ളവരെ നോക്കിക്കാണുന്നതെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കുക, ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. ഇങ്ങനെ ചിന്തിക്കുക. എന്തായാലും ഇതെല്ലാ പ്രശ്നങ്ങളും ഇതുപോലുള്ള 100 കാര്യങ്ങൾ വരുമെന്ന് എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ തുടങ്ങിയത്. അപ്പം അത് ആ വഴിക്ക് നടക്കട്ടെ, ഇത് ഈ വഴിക്ക് നടക്കട്ടെ. അപ്പം പെൺകുട്ടികൾ എന്തായാലും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്, അല്ലേ? ആരെയും വിശ്വസിക്കല്ലേ, ഒറ്റ മനുഷ്യരെയും വിശ്വസിക്കരുത്. പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഒറ്റ മനുഷ്യരെയും വിശ്വസിക്കില്ല. അത് എന്തിൻ്റെ പേരിലാണേലും. അത് നിങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന, നാളെ നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാമെന്ന് കരുതുന്നവർ ആണെങ്കിൽ പോലും അധികമായി വിശ്വസിക്കാൻ പോകില്ല.
അതെപ്പോഴും നമുക്ക് അപകടമേ ഉണ്ടാക്കുള്ളൂ. ഏതായാലും ഈ പെൺകുട്ടി അങ്ങനെ പറയുന്നു. ഇപ്പം വാർത്തയായി. നാളെ ഇത് എന്താണ് അങ്ങനെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഏതാ പെൺകുട്ടിയെന്ന് 10 പേരറിയും. പതുക്കെ എല്ലാവരും അറിയും, നാട്ടുകാരറിയും, വീട്ടുകാരറിയും, ബന്ധുക്കളറിയും. നല്ലൊരു ജീവിതം കിട്ടും എന്ന് വിചാരിക്കുന്നുണ്ടോ? പിന്നെ സമാധാനമേ പോയി. എത്ര മനസ്സിന് കട്ടിയുള്ളവർ എത്ര പോസിറ്റീവായിട്ട് ചിന്തിച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കാര്യത്തിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ശരിക്കും മനസ്സിനെ ഡൗണാക്കി കളയും. അത് ഭയങ്കരമായിട്ട് നമ്മുടെ ജീവിതത്തെ ബാധിക്കും. അപ്പം നമ്മൾ ഇനിയെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് മനസ്സമാധാനമാണ് വേണ്ടത്. ഏറ്റവും വലുത് മനസ്സമാധാനമാണ്. പലരും പറയുന്നത് എനിക്ക് വേറെ ഒന്നും വേണ്ട, മനസ്സമാധാനമായിട്ടൊന്ന് ജീവിച്ചാൽ മതി. അപ്പം മനസ്സിൻ്റെ സമാധാനമാണ് എല്ലാവരും പ്രാധാന്യമായിട്ട് കാണേണ്ടത്. അപ്പോൾ ആ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് എന്താണോ ചെയ്യാൻ പറ്റുക അത് ചെയ്യുക. ഒരാളെ കുറേ നേരം എത്തി ചിരിപ്പിക്കുക എന്നത് പറയുന്നത് പല രീതിയിൽ നടത്തും, പല രീതിയിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ഒരാളുടെ മനസ്സിനെ ശാന്തമാക്കി കൊടുക്കാൻ കഴിയുന്നത് അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം മനസ്സ് കിടന്ന് വിങ്ങുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കാം. പക്ഷേ ആ സമയത്ത് അവർക്കൊരു മനസ്സിന് സമാധാനം കിട്ടുന്ന കുറച്ച് വാക്കുകൾ പറയാൻ, അവരോടൊപ്പം ഒന്ന് ഇരിക്കാൻ, അവർ പറയുന്നതൊന്ന് കേൾക്കാൻ, അങ്ങനെയുള്ള മനസ്സ് കാണിക്കുന്നതിലാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും കരുതിയിരിക്കുക. മനസ്സമാധാനമാണ് ഏറ്റവും വലുത്. ശരിയല്ലേ?